നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരക്കും ബഹളവും വൃത്തിഹീനമായ പ്ലാറ്റ്ഫോമുകളുമാണ് പലപ്പോഴും മനസ്സിൽ വരാറുള്ളത്. എന്നാൽ മധ്യപ്രദേശിന്റെ ഹൃദയഭാഗമായ ഭോപ്പാലിലെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ ആ ധാരണ പാടെ മാറും. ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. പഴയ ഹബീബ്ഗഞ്ച് സ്റ്റേഷൻ ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായ റാണി കമലാപതി സ്റ്റേഷനായി മാറിയിരിക്കുന്നു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നത് വിശാലമായ ഒരു ഗ്ലാസ് മേൽക്കൂരയാണ്. പ്ലാറ്റ്ഫോമുകളിലെ തിരക്കിൽ നിന്ന് മാറി ട്രെയിൻ കാത്തിരിക്കാൻ വിമാനത്താവളങ്ങളിലെ പോലെ തന്നെ അതിമനോഹരമായ ഒരു എയർ കോൺകോഴ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇരുന്നുകൊണ്ട് യാത്രക്കാർക്ക് താഴെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ട്രെയിനുകളുടെ കാഴ്ച കാണാം. ഫുഡ് കോർട്ടുകളും കഫറ്റീരിയകളും കൊണ്ട് സമ്പന്നമായ ഈ ഇടം യാത്രക്കാർക്ക് ഒട്ടും വിരസതയില്ലാത്ത ഒരു കാത്തിരിപ്പ് അനുഭവം നൽകുന്നു. ഈ സ്റ്റേഷന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇതിന്റെ ആസൂത്രണമാണ്. ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർക്കും ട്രെയിൻ കയറാൻ പോകുന്നവർക്കും പരസ്പരം തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ പ്രത്യേകം പാതകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ ധാരാളം ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും ഇവിടെയുണ്ട്. സുരക്ഷയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. നൂറുകണക്കിന് സ്മാർട്ട് CCTV ക്യാമറകൾ 24 മണിക്കൂറും സ്റ്റേഷൻ നിരീക്ഷിക്കുന്നു. ഭോപ്പാലിന്റെ ചരിത്രവും സംസ്കാരവും ഈ സ്റ്റേഷന്റെ ചുവരുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഗോണ്ട് രാജവംശത്തിലെ ധീരയായ റാണി കമലാപതിയുടെ പേര് നൽകിയ ഈ സ്റ്റേഷനിൽ ഗോണ്ട് ഗോത്രവർഗ കലകളും ചരിത്രചിത്രങ്ങളും മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആധുനികതയും പൈതൃകവും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ സ്റ്റേഷൻ പരിസ്ഥിതി സൗഹൃദവുമാണ്. സൗരോർജ്ജവും മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില ഗ്രീൻ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകൾ വന്നു നിൽക്കുമ്പോൾ റാണി കമലാപതി സ്റ്റേഷൻ നൽകുന്ന ആ ആധുനിക ഭംഗി കാണേണ്ടത് തന്നെയാണ്. ട്രാവൽ വ്ളോഗർമാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മുഖമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യാത്രയുമായി വീണ്ടും കാണാം.